ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മിക്സഡ് വെജിറ്റബിൾ തോരൻ്റെ റെസിപ്പിയായിട്ടാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ക്യാരറ്റ്, ബീൻസ്, കാബേജ് ഇത് മൂന്നുമാണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റൊക്കെ പൊടിയായി അരിഞ്ഞെടുത്തേക്കുവാണ്. അതുപോലെ തന്നെ ബീൻസും ക്യാരറ്റും ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാവുന്നതേ ഉള്ളൂ. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതുകൊണ്ട് തോരൻ തയ്യാറാക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഞാനൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങ കൂടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ എടുക്കാം. ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരട്ടെ. ആ സമയത്ത് നമുക്കിതിനകത്തേക്ക് ഒരല്പം കടുക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിതിനകത്തേക്ക് അല്പം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കടുകെല്ലാം പൊട്ടി വരുമ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ചേർക്കണമെന്നില്ല, എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിത് വേറെ വേറെ അരിഞ്ഞ് വെച്ച് അങ്ങനെ ചേർത്തന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. സബോള കൂടെ ചേർക്കുന്നവർക്ക് അതും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് മൂന്നും മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഈ എണ്ണയ്ക്കകത്തിട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് ആ എണ്ണയ്ക്കകത്തിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉപ്പും എല്ലാ ഭാഗത്തും ഒരുപോലെ ആവുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങയും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഇത് അടച്ചു വയ്ക്കണം. ഇത് അടച്ചു വെച്ച് വേണം ഒന്ന് വേവിക്കാൻ. വെള്ളമൊന്നും ഒഴിക്കരുത്. വെള്ളമൊന്നും ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് തോരനൊന്നും ഒരു നല്ലൊരു ടേസ്റ്റ് ഒന്നും കിട്ടില്ല. അടച്ചു വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ആവിയിൽ ഇരുന്നിട്ട് വേണം വേവാൻ. അപ്പോൾ ഒരുപാട് സമയമൊന്നും വേവിക്കേണ്ട കാര്യമില്ല. ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഒന്ന് തുറന്ന് നോക്കാം. നമുക്ക് തുറന്ന് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഇത് വെന്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാനിത് ഒന്നുകൂടെ അടച്ചു വയ്ക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് കൂടെ ഇതുപോലെ തന്നെ അടച്ചു വെച്ചാൽ മതിയാവും. ഫ്ലെയിം ഒന്ന് ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിലിടണം. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അതുകൊണ്ട് ഞാനിത് വീണ്ടും ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തുറന്ന് നോക്കുമ്പോൾ ഇത് ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്, വെറൈറ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.